ടെൻസും വൺസും. 2ാം ക്ലാസ്സിലെ ഓണം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പോർഷനാണ് ടെൻസും വൺസും. വളരെ സിമ്പിളാണ് പഠിക്കാനായിട്ട്. ഒരു 2 ഡിജിറ്റ് നമ്പർ എടുക്കുക. ഞാൻ 17 എടുത്തു. 17 എന്ന് പറഞ്ഞ 2 ഡിജിറ്റ് നമ്പറിൽ 2 ഡിജിറ്റുകളുണ്ട്, 1ഉം 7ഉം. ഇതിന് രണ്ടിനും ഓരോ പ്ലേസസ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പണ്ടൊക്കെ അബാക്കസിൽ ക്രമീകരിക്കാറുണ്ട്. നമ്മൾ സാധാരണ കുറച്ച് എളുപ്പത്തിൽ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു പെട്ടി വരച്ച് ടെൻസ് വൺസ് എന്ന് എഴുതുകയാണ്. ഇനി 17 ഇതുപോലെ തന്നെ എഴുതിയാൽ 1 എന്തിൻ്റെ സ്ഥാനത്താണ് വരുന്നത്? ടെൻസ്. സോ 1 ഈസ് ഇൻ ദ ടെൻസ് പ്ലേസ്. 7 എന്ന് പറയുന്നത് 1ൻ്റെ പ്ലേസിലാണ് വരുന്നത്. സോ 7 ഈസ് ഇൻ ദ വൺസ് പ്ലേസ്. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ഒരു ചെറിയ ധാരണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അബാക്കസിൽ എങ്ങനെ ഈ നമ്പേഴ്സിനെ ക്രമീകരിക്കാമെന്ന് മനസ്സിലാവും. 22 എന്ന് പറയുന്നത് ഇതുപോലെ 2ഉം 2 ആയിട്ട് എഴുതി മുത്തിട്ട് ക്രമീകരിക്കാം. അങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയ കുട്ടിക്ക് മുത്ത് ഇടാതെ ഈ നമ്പേഴ്സ് എങ്ങനെയാണ് വരണേന്ന് കാണിച്ചു കൊടുക്കാം. ഓരോ നമ്പേഴ്സും വന്നു കഴിഞ്ഞാൽ ടെൻസിൻ്റെ പ്ലേസിൽ വരുന്ന നമ്പറും ടെൻസും കൂടി എടുത്ത് എഴുതണം. ഇവിടെ 2 ടെൻസ് 2 വൺസ്, 3 ടെൻസ് 4 വൺസ്, 47 ആകുമ്പോൾ 4 ടെൻസ് 7 വൺസ്, 63 ആകുമ്പോൾ 6 ടെൻസ് 3 വൺസ്. ഇങ്ങനെയുള്ളൊരു ധാരണ കുട്ടിക്ക് കൊടുക്കണം. മാത്രമല്ല ഈ 6 ടെൻസ് അല്ലെങ്കിൽ 2 ടെൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു ധാരണ ആദ്യമേ കുട്ടിക്ക് കിട്ടണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ജസ്റ്റ് അവർക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. 2 ടെൻസ് എന്ന് പറയുന്നത് 10നെ 2 പ്രാവശ്യം കൂട്ടിയതാണ് 20. 2 ടെൻസ് ആർ 20. 3 ടെൻസ് എന്ന് പറയുന്നത് 10നെ 3 പ്രാവശ്യം കൂട്ടിയതാണ്. സോ 3 ടെൻസ് ആർ 30. 4 ടെൻസ് വന്ന് 10നെ 4 ടൈംസ് കൂട്ടിയതാണ്. സോ 4 ടെൻസ് ആർ 40. 4 ടെൻസ് ആർ 40. അങ്ങനെ ഒരു 9 ടെൻസ് വരെ അവർക്ക് ആ ഒരു ധാരണ കൊടുത്തതിന് ശേഷം ഈ ടെൻസിൻ്റെയും വൺസിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ചെറിയ വർക്ക്ഷീറ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. 32 എന്ന് പറയുമ്പോൾ 3ഉം 2ഉം, 3 ടെൻസ് 2 വൺസ്, 27 2 7, 2 ടെൻസ് 7 വൺസ്. 2 ടെൻസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 + 7 27 ആണ്. അങ്ങനെ ഒരു ധാരണ കുട്ടിക്ക് അവിടെ കിട്ടണം. ഇതൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മാത്സ് ആക്ടിവിറ്റീസായിട്ട് ഇതിൽ കണ്ടുമുട്ടാം.